എവിടെ മേഡം പുലി മരം ഇങ്ങോട്ട് വരുമോ ഏട്ടാ ഇങ്ങോട്ട് വരുമോ ഗോകുൽ വി എസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഗോകുൽ, ഈ പറഞ്ഞതുപോലെ ഈ കാഴ്ചകൾ, ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ് കാട്. നമ്മൾ കണ്ടാലും മതി വരാത്തതുമാണ് കാട്ടിലെ കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ. അപ്പോൾ ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഒരു കൂട്ടം കാട്ടുനായ്ക്കളും അതിനു മുന്നിൽ നിൽക്കുന്ന ഒരു പുലിയും അല്ലേ? അപ്പോൾ എന്താണ് ഈ ദൃശ്യങ്ങൾ എന്താണ് പറയുന്നത് ഗോകുൽ? ഈ മലമ്പുഴ നവോദയ കാടിനുള്ളിലാണ് ഇങ്ങനൊരു കാഴ്ച ഉണ്ടായത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത്. അതായത് നിറച്ച് കാട്ടുനായ്ക്കളാണ്. ഏകദേശം അതിലൊരു 10 മുകളിൽ കാട്ടുനായ്ക്കൾ ഉണ്ടെന്നാണ് ആ ദൃശ്യം നോക്കുമ്പോൾ തോന്നുന്നത്. അത്രയധികം കാട്ടുനായ്ക്കൾ ചുറ്റും നിന്ന് കുരയ്ക്കുന്നു. മരത്തിന് മുകളിൽ പുലി ഇങ്ങനെ വിറച്ചു നിൽക്കുന്നു. സാധാരണ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീതി പരത്തുന്ന, മനുഷ്യനെയൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങുമ്പോഴൊക്കെ പേടിപ്പിക്കുന്ന ഒരു ജീവിയാണല്ലോ പുലി. ആ പുലി ആ കാട്ടുനായ്ക്കളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ദൃശ്യമാണ്. നമുക്കത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പകർത്തി പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മളതൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി കാഴ്ചകൾ കാട്ടിനുള്ളിലുണ്ട്. കാട്ടിലെ വേറെ ഒരു ലോകം തന്നെ. നമ്മൾ പലപ്പോഴും ഈ കാടുമായി ബന്ധപ്പെട്ട പല ചാനലുകളിലൊക്കെ തന്നെ നമ്മൾ അങ്ങനെ പല ദൃശ്യങ്ങളൊക്കെ കാണാറുണ്ട്. പുലി ഇര പിടിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കുറേ കഥകളൊക്കെ നമ്മൾ അതിൽ കാട്ടിലെ കഥകളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ വ്യത്യസ്തമായൊരു കാര്യം, അതുപോലെ പുലി ഇത്രയധികം കാട്ടുനായ്ക്കളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന, ഒരു മരത്തിൽ കയറി ഒരു പേടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആശാൻ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാഴ്ചകൾ കാട്ടിനുള്ളിലുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു പുറത്തു വരുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളിങ്ങനെ അധികം കാട്ടിനുള്ളിൽ പോകാനോ അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊന്നും കാണാനോ കഴിയാത്തവരാണ്. നമുക്ക് വളരെ പരിമിതമായി മാത്രമേ കാട്ടിനുള്ളിലൊക്കെ സഞ്ചരിക്കാനും ആ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള ദൃശ്യങ്ങളിലൂടെയാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനും ഒക്കെ കഴിയുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് പകർത്തി അങ്ങനെ നമുക്ക് അത് കാണാനും ഈ പ്രേക്ഷകരെയൊക്കെ കാണിക്കാനും കഴിഞ്ഞത്. തീർച്ചയായും ഗോകുൽ, അങ്ങനെ വളരെ വ്യത്യസ്തമായ നമ്മൾ കാണാത്ത കാഴ്ചകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കാട്ടിനുള്ളിലുള്ളതൊക്കെ തന്നെ അതും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളിനി എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ ആരാണെങ്കിലും ഒന്ന് പകച്ചു പോവും എന്നുള്ളൊരു സന്ദേശം കൂടിയായി ഈ ഒരു ദൃശ്യങ്ങൾ.